അങ്ങനെ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ പാട്ട ഗേൾസ് 2 വർഷത്തേക്ക് അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. വളരെ നല്ല കാര്യം. കാരണം ഇൻഡിവിജ്വൽ പ്ലേ കളിക്കാനാണ് അവിടെ മത്സരാർത്ഥികൾ വരുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്ക്. വഴക്ക് കൂടുകയോ ഉടക്കുകയോ ഇതെല്ലാം അവിടെ നടന്നോട്ടെ, ഒറ്റയ്ക്ക് കളിക്കട്ടെ. മറ്റത് ഇവർ 3 പേരുടെ ഒരിടത്ത് കയറിയിരിക്കും, ഗ്രൂപ്പായിരുന്നു കളിക്കും. ഇപ്പൊ എന്തായാലും ആ 3 എന്ന് പറയുന്ന 2 ആയല്ലോ. വളരെ നല്ലൊരു കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഇന്ന് സ്വന്തമായിട്ട് പെട്ടുപോയത് തന്നെയാണ്. നിങ്ങൾ പറയും ഞാൻ PR ആണെന്ന് പറയണമെങ്കിൽ എനിക്ക് ഇതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. അനുമോൾ ഇന്ന് ആഹാരം കൊടുത്ത് അതിനകത്ത് കിടന്ന് കളിക്കാൻ നോക്കിയ സാധനം മൊത്തവും പെട്ട് ആകെ അതിനകത്ത് വലഞ്ഞ്. എന്നിട്ട് എന്ത് ചെയ്ത് വലഞ്ഞ് പോട്ട് തെറ്റുണ്ട്, അത് അംഗീകരിച്ച് മാറിയിരിക്കുന്നതിന് പകരം എന്ത് ചെയ്തു? എടി ഫൈനൽ 5 വന്ന എൻ്റെ അഹങ്കാരം എടി നിനക്ക്, നിങ്ങളൊക്കെ എൻ്റെ പിറകെ നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയാമടി. ഇതെല്ലാം പറയുമ്പോൾ കൂടുതൽ ആരാ അവിടെ കിടന്ന് മെഴുകുന്നേ? അനുമോളാണ് അവിടെ സ്വന്തമായിട്ടിരുന്ന് പല്ലി കുത്തി നാറ്റിച്ചോണ്ടിരിക്കുന്നത്. മിണ്ടാതെ പോയി ഒരു അറ്റത്തിരുന്നിരുന്നെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഇവർ പോയേനെ, സോൾവ് ആയേനെ. പക്ഷേ ആദിലയും നൂറയും എന്തോ ഒരു കാര്യം വെച്ച് അനുമോളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് PR-ന്റെ കേസാണെന്ന് തോന്നുന്നു. കാരണം പറയട്ടെ, നാട്ടുകാരോടും എല്ലാം വിളിച്ച് പറയട്ടെ എങ്ങനെയാ അവിടെ നിൽക്കുന്നതെന്ന്, എങ്ങനെയാ അവിടെ ഈ സാധനം ആദില പറയുന്നുണ്ട് ലൈവില്. അപ്പൊ എനിക്കത് PR-ന്റെ കേസാണോ എന്ന് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം അന്ന് ബിന്നി പറഞ്ഞപ്പോഴത്തേക്കും അനുമോൾ നല്ല രീതിക്ക് എതിർത്തതാണ്. ഞാൻ ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും പോലും പറയാത്തൊരു കാര്യം നിന്നോട് ഞാൻ പറയുമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ ഇതാണോ എന്ന് എനിക്കൊരു ഡൗട്ടാണുള്ളത്. കാരണം അങ്ങനെയാണ്. ഞാൻ വിളിച്ച് പറയട്ടെ നിന്റെ കാര്യങ്ങള്, നീ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. അപ്പം എനിക്ക് അത് മാത്രമാണ്, വേറെ പേഴ്സണലായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ ഈ കേസായിരിക്കും. ഇതാണ് എനിക്ക് തോന്നുന്നത്. ആദിലേക്കും നൂറയ്ക്കും ഭയങ്കരമായിട്ട് അത് ഫീൽ ആവുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവരുടെ പാട്ട ഗേൾസ് അടിച്ചു പിരിയാൻ കാത്തിരുന്നവരാണ് വീട്ടിലുള്ള അനീഷ് ഒഴികെയുള്ള ബാക്കി സകലമാന ആൾക്കാരും. ഇത് കിട്ടിയ ഞാൻ ചിരിച്ചത് കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ടുന്ന അക്ബർ. ഇവിടെ നാടകമാണെന്നേ ഇത്. ഇവള് എന്തോന്ന് ഇവള് കാണിക്കുന്നത്? ഇതൊക്കെ പുറത്ത് കട്ട് ചെയ്ത് പോകാനാണ് അക്ബർ. അപ്പൊ ഞാൻ എൻ്റെ പൊന്നെ മാനിപ്പുലേറ്റിംഗ് മാൻ വെച്ച് കിട്ടിയ അവസരത്തിൽ പൊളിയാട്ട അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പണപ്പെട്ടി, എൻ്റെ പൊന്നു മക്കളെ, ശരിക്കും മിക്കവാറും ഒരു 5 ദിവസം ഈ പറയുന്ന സാധനം നീണ്ടു പോവുകയാണെങ്കിൽ 50 ലക്ഷം ചുരുങ്ങി 1 ലക്ഷം ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് എല്ലാ പണവും കിട്ടുന്നുണ്ട്. എല്ലാ പണവും ഇവർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇവരെല്ലാം അടിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് മൊത്തം ബിഗ് ബോസ് 1.5 ലക്ഷം രൂപയുടെ ടാസ്കുകളാണ് ഇവർക്ക് കൊടുത്തത്. അതിനകത്ത് ഇവർ 75,000 രൂപ എടുക്കുന്നുണ്ട്. 1.5 ലക്ഷം രൂപയുടെ ടാസ്ക് കൊടുത്തിട്ട് അതിനകത്ത് 75,000 അടിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് ബിഗ് ബോസെ, നമ്മൾ ഒരു ബിഗ് ബോസുകളിലും കണ്ടിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ ട്വിസ്റ്റാണ് നിങ്ങൾ വെച്ചത്. കാണാൻ രസമുണ്ട്, ശരിയാണ്. പക്ഷേ ഞാനൊരു ചോദ്യം ജനറലി നിങ്ങളടുത്ത് ചോദിച്ചോട്ടെ. ഈ 5 വിരലിലും മോതിരം ഇട്ട് കഴിഞ്ഞാൽ അതിന് കാണാൻ ഒരു ഭംഗിയില്ല. ഒരു വിരലിൽ മോതിരം ഇട്ട് കഴിഞ്ഞാൽ അതിന് കാണാൻ ഒരു ഭംഗിയുണ്ട്. ഈ 5 വിരലിൽ ഇട്ടുകൊണ്ട് നടക്കുകയാണെങ്കിലേ അതിനൊരു ഉപയോഗവും ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈ സാധനം തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 3 ടാസ്ക് കൊടുത്തു, ഇന്ന് 3 ടാസ്ക് കൊടുത്തു, എല്ലാവർക്കും പൈസ കിട്ടുന്നുണ്ട്. ഇതിൽ എന്ത് ട്വിസ്റ്റാ ഉള്ളേ? ഒരു ട്വിസ്റ്റും ഇല്ല. നിങ്ങൾ ആ തമിഴ് ബിഗ് ബോസ് ചെയ്ത മാതിരി വീടിന്റെ വെളിയിൽ വെക്കി പണപ്പെട്ടി. ഇവര് പോയി എടുക്കട്ടെ. കൃത്യസമയത്തിനകത്ത് വീടിനകത്ത് തിരിച്ചു കയറിയില്ലെങ്കിൽ ഔട്ടാക്കും എന്നുള്ള സാധനം കൊണ്ടുപോകാ. കത്തും കേരളം, ഉറപ്പാണ്. കാരണം അത്രമാതിരി അന്തമാതിരി അളവിന് ആൾക്കാർ ഇങ്ങനെ കണ്ണും നട്ടിരിക്കുന്ന സാധനമാണത്. ഞാൻ വീണ്ടും അത് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും. ഇങ്ങനെ ചെറിയ രീതിയിൽ അവരെ സന്തോഷിപ്പിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ അമ്മാതിരി ഒരു പടുകുഴി കൊണ്ട് തട്ടാനാണ് ഈ വേല ചെയ്യുന്നതെന്ന്. അത് വേണം, അത് നല്ലൊരു സാധനമാണ്. അന്ന് തമിഴ് ബിഗ് ബോസിന് ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ ഒരു റിവ്യൂവർ ആണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് ഇത് തോന്നുന്നത് വേണ്ടേയിരുന്നു എന്ന് തോന്നും നമുക്കത്. അത് കാണും, ഇത് വേണ്ട, എനിക്ക് കളി വരുന്ന ആ ഒരു ലെവലിൽ നമ്മൾ ആവും. നല്ല രസമാണ് അത് കാണാൻ. അത് നമുക്ക് ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഏതെങ്കിലും മത്സരാർത്ഥിയാണ് പോകണമെങ്കിൽ ഭയങ്കരമായിട്ട് അത് പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഈ റിവ്യൂ ചെയ്യാനിരിക്കുന്നവർ ഏതാണ്ട് മിക്കുള്ള റിവ്യൂവേഴ്സും ഒരേപോലെ തന്നെ എല്ലാവരെയും കാണുന്നവരാണ്. ഇപ്പം എനിക്കാണെങ്കിൽ ഈ സീസണിൽ ഒരു മനുഷ്യരോട് ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ല. സത്യം പറയാലോ എൻ്റെ പൊന്നു മക്കളെ, 86 ദിവസമായി ഒരു ഇഷ്ടവും ഒരാളോടും തോന്നിയിട്ടില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രമുള്ള ഓറ ഇവരുണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല ഇവരുടെ പുഴുത്ത വർത്താനവും തീറ്റിക്കുള്ള അടിയും ഇതുകൊണ്ട് മാത്രമാണ്. ഇവർ വെളിയിൽ വന്ന് ഇതിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് വെളിയിൽ വന്ന് ആലോചിക്കും, ഇതൊക്കെ അറിയും. അയ്യോ, നമ്മൾ തീറ്റിക്ക് വേണ്ടി ആയിരുന്നോ ഈ 100-ൽ 99 ദിവസവും വഴക്ക് കൂടിക്കൊണ്ടിരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് അവരോട് തന്നെ പുച്ഛം തോന്നുന്ന ലെവലിലാവും. ഒരു ചമ്മന്തിയുടെ പേരിലും ഒരു തോരൻ്റെ പേരിലും ഇന്ന് സത്യം ഓരോ ദിവസവും പ്രൊമോ വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും, കിച്ചൺ അടിയാവല്ലേ മക്കളെ. അപ്പം നിങ്ങൾ ചോദിക്കും, എന്ത് അൺസെമിന് കണ്ടന്റ് ഇല്ലേ, വീഡിയോ ഇടാൻ കിട്ടണില്ലേ, അവരെയൊക്കെ വെച്ച് തന്നെയല്ലേ കിട്ടുന്നത്? മക്കളെ, തന്നെ വീഡിയോ ചെയ്യുന്നു, പൈസ കിട്ടുന്നു, റിവ്യൂ ചെയ്യുന്നു, എല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് കുറച്ച് ക്വാളിറ്റി കണ്ടന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡെയിലി ഞാൻ നീ പറഞ്ഞ പോലെ 5 വിരലിലെ മോതിരം ഇട്ട ഒരു ഭംഗിയില്ല എന്ന് പറയാൻ കാര്യം എന്താ? 5 വിരലിലും അതുണ്ട്.
പിന്നെ എന്ത് പ്രത്യേകതയാണ് അവിടെ ഉള്ളത്? അതേസമയം ഒരു വിരലിൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള വിരലുകളിൽ നിന്നും എന്ത് ചെയ്യും? ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. അപ്പം ഡിഫറെൻറ്റ് വഴക്കായിക്കോട്ടെ, അടിയായിക്കോട്ടെ, ഗെയിം ആയിക്കോട്ടെ വരണ്ടേ? ഇത് എന്നും ഈ കിച്ചണിൽ പെറ്റ് കിടന്ന് വഴക്ക് തന്നെ. അനാവശ്യമായുള്ളതായിക്കോട്ടെ, ആവശ്യമായിട്ടുള്ളതായിക്കോട്ടെ, ഇത് തന്നെ അവിടെ നടക്കുന്ന പുകില്. അതുകൊണ്ട് ദയവ് കരുതി ഇന്നും ഇന്നലെയും കൊടുത്തതുപോലത്തെ ഒന്നും ടാസ്കുകൾ നിങ്ങൾ കൊടുത്ത് നമ്മളെ വിറപ്പിച്ച് പണ്ടാരമടക്കരുത് എന്നൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. കാണാനൊക്കെ നല്ല ശേലുണ്ട്, നല്ല അഴകുണ്ട്. പക്ഷേ ഇനി നാളെ കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചാകും ഇത് കണ്ട് ബോറടിച്ച്. എന്താണെന്ന് നടന്നതെന്ന് അറിഞ്ഞുകൂടാ. നാളെ കാണുമ്പോൾ അറിയാം ഇത് ഇവർക്ക് എല്ലാവർക്കും പണം കൊടുക്കാനുള്ള വകുപ്പാണോ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് തന്നെ ഈ പറയുന്ന ബിഗ് ബോസിന് തന്നെ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും ആരൊക്കെയാണ് ജയിക്കാൻ പോകുന്നത്. ഒന്നുകിൽ അനുമോൾ ഇല്ലെങ്കിൽ അനീഷ്, നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഇവർ രണ്ടുപേരും ജയിക്കുന്നതിനോട് ബിഗ് ബോസിന് താല്പര്യമൊന്നും കാണില്ല, പ്രേക്ഷകർക്കെ കണ്ടുകൂടാ. എനിക്ക് തോന്നുന്നു ഒരു ബിഗ് ബോസ് കാണുന്നതിൽ ഒരു 90% പ്രേക്ഷകർക്കും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്ന് കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ ബിഗ് ബോസിനും അതിന് നമ്മൾ ഈ ഇത്രയും കാണുന്ന നമുക്ക് തന്നെ ഇങ്ങനെ തോന്നണമെങ്കിൽ അതിലെ പല ക്യാമറകളിൽ കാണുന്ന അവർക്ക് ഇതിൻ്റെ ഭ്രാന്തെടുത്തിരിക്കുമായിരിക്കും. അവർ മിക്കവാറും വേണ്ട, പോട്ട് പുല്ല്, എല്ലാവർക്കും കിട്ടട്ടെ പൈസ, ഒരെണ്ണത്തിന് മാത്രം കൊടുക്കണ്ട, അതിന് മാത്രം ഒന്നും ഇവിടെ ഇല്ലെന്ന് തോന്നിക്കാണ്, എല്ലാവരും വാരിപ്പറക്കി എടുക്കട്ടെ എന്നുള്ള ലെവലിൽ ബിഗ് ബോസിനും തോന്നിയിട്ടുണ്ടാവണം, സ്വാഭാവികം. അതുകൊണ്ടായിരിക്കാം ഇതുപോലത്തെ ടാസ്കുകളൊക്കെ കൊടുക്കുന്നത്. ശരിക്കും ഇന്ന് അനുമോള് പെട്ടുപോയി എന്നുള്ളത് ഒരു വാസ്തവമായ ഒരു കാര്യം തന്നെയാണ്. പാട്ട ഗേൾസ് അടിച്ചു പിരിഞ്ഞ് 4 വഴിക്ക് പിരിഞ്ഞിട്ടുണ്ട്. അനുമോൾ അവിടെ നിന്ന് മാറിയത് നൂറയ്ക്കും ആദിലയ്ക്കും നല്ലതായിട്ട് ഭവിക്കും. അനുമോളും ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്ത് നമ്മൾ കാണട്ടെ. ഓക്കെ, ഇന്ന് മൊത്തത്തിൽ ഈ പറയുന്ന പോലെ ഇനി വിന്നിങ് എമൗണ്ട് 48,75,210 രൂപ മാത്രമേ കയ്യിലുള്ളൂ. ഇതുവരെ ഈ 2-3 ദിവസം കൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് തന്നെ വീട്ടുകാർ 1,24,790 രൂപ അടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിനകത്ത് ഏതാണ്ട് 46,000 രൂപ അടുപ്പിച്ച് അക്ബറിന് കിട്ടിയിട്ടുമുണ്ട്. ഇതുപോലെ എല്ലാവർക്കും താഴെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഈ പറയുന്ന അനു തന്നെയാണ് ഇന്നത്തെ കോണ്ടന്റ്. സ്ക്രീൻ സ്പേസ് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത്? ബിഗ് ബോസ് സീസൺ 7ന്റെ ഡേ 86 ഒക്ടോബർ 28 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവല്ലേ, ചെയ്യണം, ചെയ്യാതിരിക്കല്ലേ. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് സോങ് ഓക്കേദാ ഈ പൈസ ഓക്കേദാ, അതാണ്. മോർണിംഗ് തന്നെ സാബുമാൻ്റെ പല നേരത്തുള്ള പലയിടത്തും ചാടി നിൽക്കുന്ന പല ഗ്രൂപ്പുകളിലും പോയി അക്ബർ പടയുടെ അടുത്ത് പോയി, അക്ബർ പടയൊന്നും ഇനി ഇല്ല, അക്ബർ നെവിനും അല്ലേ, അവരുടെ അടുത്ത് പോയിട്ട് പാട്ടാ ഗേൾസിനെ കുറിച്ച് പറയുന്ന സാധനവും പാട്ടാ ഗേൾസിൻ്റെ അടുത്ത് നേരെ തിരിച്ചു വന്നിട്ട് അവരെ കുറിച്ച് പറയുന്ന സാധനം എല്ലാം നെവിൻ അങ്ങ് വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട്. നെവിൻ ഇന്ന് ഭയങ്കരമായ ഒരു സപ്പോർട്ടാണ്. ആ സമയത്ത് ലൈവിൻ്റെ കമൻസിലായാലും യൂട്യൂബിൻ്റെ കമൻസിലായാലും നമ്മുടെയൊക്കെ റിവ്യൂവിൻ്റെ ഒക്കെ കമൻസിലായാലും വന്നുകൊണ്ടിരുന്നത് ഞാനത് ശ്രദ്ധിച്ചു. കാരണം ഇങ്ങനെ ഞാൻ ഏതോ ഒരു ഇൻട്രസ്റ്റിംഗ് കമൻറ്റ് ഉണ്ടെന്ന്, കാരണം ഈ നെഗറ്റീവ് ആണെങ്കിലും ഇന്ന് ചെയ്തത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും സാബുമാൻ ഈ പറയുന്ന പോലെ അവരെ തകർക്കും എന്നൊരു ഡയലോഗ് പറഞ്ഞോ എന്നുള്ള കാര്യം ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ ബേബി കട്ട് ചെയ്തതാണോ, ഞാൻ കാണാത്തയാണോ, ഇനി വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നടന്നാണോ അറിഞ്ഞുകൂടാ. എന്തായാലും അത് സാബുമാനെ നല്ല ലെവലിൽ പൊളിഞ്ഞു. സാബുമാൻ എന്ന് പറയുന്ന അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റന്റ്, ഈ പ്രതിമ പോലെ നിൽക്കുന്ന സാബുമാനെ ഒന്ന് കാറ്റടിച്ചാലെങ്കിലും അനങ്ങുന്ന ലെവലിലോട്ട് നെവിന് ഇളക്കാൻ പറ്റി. സാബുമാൻ പ്രൊവോക്ഡ് ആയി, എക്സ്പോസ്ഡ് ആയി. നെവിനെ അടിക്കാൻ കഴിയുമെന്നുണ്ട്, എൻ്റെ ദേഹത്ത് തുടരുതെന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ കടിയൊക്കെ തീർക്കുന്നുണ്ട്. പുറത്തിറങ്ങിയിട്ട് നിനക്ക് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ശരിക്കും തമിഴ് ബിഗ് ബോസിൽ എങ്ങാനും ആണ് ഈ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞെങ്കിൽ ആ ആഴ്ച വരും കമൽ സാറ് എന്നിട്ട് என்ன பண்றாங்க எங்க நீங்க எங்க அவங்க அடிக்க போற ഇങ്ങനെയൊക്കെ വരും. അയ്യോ, തമിഴ് വേറെ ലെവലാണ്. അപ്പം തമിഴിലൊക്കെ ആണെങ്കിലും ഭീഷണിക്ക് സ്ട്രൈക്ക് ഉണ്ട്. ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ പുറത്ത് സ്ട്രൈക്ക് ഉണ്ട്. കഴിഞ്ഞ സീസണിൽ അസീറോക്കി ജാസ്മിൻ എടുത്ത് പറയുന്ന ഓർമ്മ ഉണ്ട്, അടിച്ചതിന്റെ കവാല അടിച്ച് ഞാൻ പൊട്ടിക്കും, വെടിയിലെങ്ങാനും ആയിരുന്നെങ്കിൽ. ഇതൊക്കെ തമിഴ് ബിഗ് ബോസിൽ സ്ട്രൈക്ക് വരുന്ന സാധനമാണ്. ഭീഷണി തമിഴ് ബിഗ് ബോസിൽ പാടില്ല. ഇതിലും കൂടെ അത് സ്ട്രിക്റ്റ് ആക്കണമായിരുന്നു ആ സാധനം. ഓക്കെ, അത് കഴിയുന്നു. എന്നിട്ട് തന്നെ ഉച്ചത്തെ കിച്ചണിലെ അടിയാണ്. ശരിക്കും എനിക്കതിനകത്ത് അനുമോളുടെ ഭാഗത്താണ് തെറ്റ് പറയാനുള്ളത്. കാരണം അവിടെ പ്യുവർലി അത് ഒരു ഗെയിം ബേസിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് കുറച്ചു നേരം കഴിഞ്ഞത് പറയുന്നുണ്ട്. എന്താണ്, അനുമോൾ ആദ്യം എല്ലാവർക്കും കുറച്ച് ചോറ് കൊടുക്കും,
ചോറ് കൊടുത്തിട്ട് അത്യാവശ്യമുള്ള കുറച്ച് കറിയും കൊടുക്കും. പിന്നെ then കുറച്ച് കഴിഞ്ഞിട്ട് കറി വേണോ, ആർക്കെങ്കിലും കറി വേണമെങ്കിൽ പറയണേ. ഇതെന്താണ്? ഇത് പ്രേക്ഷകരിലേക്ക് ഒരു വ്യൂ വരുമ്പോഴത്തേക്കും അതെങ്ങനെയാ വരുന്നത്? നോക്ക്, അവള് എല്ലാവർക്കും കറി കൊടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, കറി വേണോ എന്ന് ചോദിക്കുന്നു. മീൻസ് അത്രയും കെയർ ചെയ്യുന്നു. ഈ സാധനം വെളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്ന സാധനം ഷാനവാസ് പറയുന്നുണ്ട്. പ്യുവർലി നമ്മളത് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഗെയിമാണ്. അത് ശരിക്കും അത് കണക്ട് ആവുന്ന സാധനമാണ് പ്രേക്ഷകർക്ക്. ഷാനവാസ് പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. അനു അത് ഉദ്ദേശിച്ചോ ഉദ്ദേശിച്ചില്ലേ, പക്ഷേ ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിലൊരു കാര്യമുണ്ട്. ഷാനവാസ് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗെയിം കളിക്കാമല്ലോ. കിച്ചണിലുണ്ടാവുന്ന ആ വിഷയത്തിൽ അനീഷ് മാത്രമാണ് അനുമോടെ കൂടെ നിൽക്കുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആദില അവിടെ യൂസ് ചെയ്യുന്ന ഡയലോഗാണ് അനുവിന് ഹേർട്ടായി അനു പിന്നെ എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും വിഷയങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അതായത് നീ കാണിക്കുന്ന വേലകളെല്ലാം തന്നെ PR-ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണോ ഈ ചെയ്യുന്നേ, PR-ന് മുറിച്ചെടുത്ത് ഷോർട്ടാക്കി റീലാക്കി ഇടാനുള്ളതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനുവിന് നല്ല രീതിക്ക് അത് പൊളിയുന്നുണ്ട്. അനീഷ് എന്ത് കണ്ടിട്ടാണ് എന്നെനിക്കൊരു പിടിയുമില്ല. ഒന്നുകിൽ അനീഷ് അനുമോടെ കൂടെ നിൽക്കാം, പക്ഷെ ബാക്കിയുള്ള ഭാഗം കൂടി മനസ്സിലാക്കണമായിരുന്നു. അനീഷ് ഇപ്പോൾ ഒരു വിധത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അറ്റത്തു കൂടി. അപ്പം ഇപ്പോൾ അനീഷ് ഈ പറയുന്ന പോലെ അനുമോളുടെ അടുത്ത് ഇന്ന് എന്തിനാണ് ഒരു കംപ്ലീറ്റ് ചായ കൊടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും വലിയ വിഷയം നടക്കുമ്പോഴും അനീഷോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാബുമേനെ കൂടുതൽ കറി കൊടുത്തു. അപ്പം ഞാൻ ഇതെന്താ, അനുമോൾ അവിടെ തെറ്റ് ചെയ്തിട്ടില്ലേ? ഇപ്പൊ എന്നെ നിങ്ങൾ PR ആണെന്ന് പറഞ്ഞവരൊക്കെ ഇന്നത് കേൾക്കണം, കേൾക്കാതിരിക്കല്ലേ, കേൾക്കണം കേട്ടോ. ആര് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയാം. ഓക്കെ, അപ്പോ ആ കേസിൽ അനുമോടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അനുമോൾ അവിടെ കാണിച്ചത് കറി എല്ലാവർക്കും ഒരുപോലെ തന്നെ കൊടുക്കണമായിരുന്നു. ആ ലൈവ് കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എന്താ തെറ്റതിന്, അതിന് പറഞ്ഞതല്ലല്ലോ, അനു പറഞ്ഞതല്ലേ ശരി എന്ന് ഞാൻ വിചാരിച്ചു. ആദ്യം ലൈവ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ശരിയാണ്, അതിലെ പറഞ്ഞ പോലെ ആദ്യമേ എല്ലാവർക്കും അങ്ങ് എടുത്ത് കൊടുത്തൂടെ. ഇത് നമ്മുടെ വീടല്ല മക്കളെ, നമ്മുടെ അമ്മയല്ല നമുക്ക് സെർവ് ചെയ്യുന്നത്. നമ്മുടെ അമ്മയാണെങ്കിൽ അതേ കുറച്ച് ചോറ് തരും, എന്താ ഇത്രയും ചോറിന് ഇത്രയും കറി നിനക്കുണ്ട്, ഇനി ചോറ് വേണമെങ്കിൽ അതിനുള്ള കറി തരും. അങ്ങനെയല്ലേ? അതെവിടെ? നമ്മുടെ വീട്ടില്. ഇത് വീടല്ല, റേഷനാ, എല്ലാവർക്കും കൂടെ ഉള്ളതാ, ഈക്വൽ ആയിട്ടുള്ളതാ. വീട്ടിൽ അങ്ങനെയല്ലല്ലോ, പ്രയോറിറ്റീസ് ഉണ്ട്. അച്ഛന് കഴിക്കാനുണ്ട്, അമ്മയ്ക്ക് കഴിക്കാനുണ്ട്, അവർക്ക് കഴിക്കാനുണ്ട്, ഇവർക്ക് കഴിക്കാനുണ്ട്. അപ്പം അങ്ങനെ വരും. അപ്പൊ ഇത് വീടല്ല. അപ്പൊ ഇത് വീട് പോലെ പെരുമാറാൻ ശ്രമിച്ചതാണെങ്കിൽ അതും ഒരു ഗെയിം തന്നെയാണ്. ഗെയിം വ്യൂവിൽ റിവ്യൂ പറയാൻ വരുമ്പോൾ നമുക്ക് എല്ലാമേ ഗെയിമാണ്. ലൈവിൽ നമ്മൾ സഹതപിക്കും, കളി പറയും, തമാശ പറയും. പക്ഷേ റിവ്യൂ ഈസ് ഓൾവേസ് അത് നമ്മുടെ മൈൻഡിൽ നിന്ന് ഗെയിം എന്നെ പന്നാലും എന്നെ സെഞ്ചാലും അതെല്ലാമേ ഗെയിം അങ്ങനെ പറയാൻ പറ്റും മക്കളെ. സോ ആ വിഷയത്തിൽ അനുമോക്ക് നല്ല രീതിക്ക് പൊളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ അനുമോൾ ആ വീട്ടിൽ ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഈ പറഞ്ഞ പോലെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം അനുമോക്കുണ്ട്. അവിടെ കൊണ്ട് ആദിലയും നൂറയുമായിട്ടുള്ള എല്ലാം കട്ട് ചെയ്ത് കാര്യം നോക്കി പോകുന്നുണ്ട്. ഈ അനീഷ് കൂടെ തന്നെ ഉണ്ട് അനുമോളുടെ. ടാസ്കുകൾ, ഇന്ന് വരുന്ന ടാസ്കിനെ കുറിച്ചൊന്നും പറയാതെ എൻ്റെ പൊന്നെ, ആയുസിന്റെ ബലം കൊണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടെന്ന് വേണം പറയാൻ. കാരണം കടുകട്ടിയായ ടാസ്ക്കാണ്. ബിഗ് ബോസ് ടീമേ ഇങ്ങനെയൊന്നും കൊടുക്കല്ലേ, നമ്മൾ പേടിക്കും. പണപ്പെട്ടി വീക്ക്, ഒരു മണി വീക്കിനെ ചെയ്തു വെച്ചിരിക്കുന്ന വേല. എന്താണല്ലേ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് നിങ്ങൾക്ക് പറയാൻ? ഇതൊക്കെ ലക്ഷറി ബഡ്ജറ്റ് ടാസ്കുകളിൽ കൊടുക്കാനുള്ള സാധനങ്ങളാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ടാസ്ക് 1, 2 രണ്ടും ഞാൻ ലൈവിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ നമ്മൾ മേളയ്ക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്ന പല പല ടാസ്കുകളല്ല, വട്ടം എറിഞ്ഞു പിടിക്കുക, ആ സംഭവം ഉണ്ടല്ലോ, അതും കൊടുത്തു. 3 ടാസ്കിലും 50,000 പോയിന്റ്സ് വെച്ച് അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് ടോട്ടൽ 1.5 ലക്ഷം രൂപയുടെ ഗെയിമാണ് ഇന്ന് അവർക്ക് കൊടുത്തിരുന്നത്. അതിനകത്ത് ഫസ്റ്റ് ടാസ്കില് ഷാനവാസും അക്ബറും അനുമോളും കൂടെ ചേർന്ന് 25,000 ക്യാഷ് കളക്ട് ചെയ്യുന്നുണ്ട്, 25,000 രൂപ. സെക്കൻഡ് ടാസ്കില് 40,000 പോയിന്റ്സ് 50,000-ൽ നിന്നും, ടോട്ടൽ 50,000-ൽ നിന്നും അനീഷും അക്ബറും സാബുമാനും കൂടി 40,000 കളക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് ലാസ്റ്റ് ടാസ്കിൽ നിന്നും ഷാനവാസ്, അനീഷ്, നൂറ ഇവർ 3 പേരും കൂടെ 10,000 കളക്ട് ചെയ്യുന്നുണ്ട്. ബാക്കി 40,000 കിട്ടുന്നില്ല. 50,000 കൊടുക്കുന്നതിൽ 40,000 കിട്ടാതെ ഇത്രയാണ് അവർക്ക് കിട്ടുന്നത്. ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ഇന്നിപ്പോൾ 1.5 ലക്ഷത്തിൻ്റെ കൊടുത്തു. നമുക്കറിയാം ഇന്നലെയാണ് കളി തുടങ്ങിയത്. ആദ്യം 1000-ങ്ങളിലായിരുന്നു കളി, പിന്നെ അത് 15,000-ത്തിലോട്ട് വന്നു. സെക്കൻഡ് റൗണ്ട് ആയപ്പോൾ, തേർഡ് റൗണ്ട് ആയപ്പോൾ 25,000 ആയി. ഇന്നിപ്പോൾ 50,000-ന്റെ 3 എണ്ണം വെച്ച് 1.5 ലക്ഷമായി. നാളെ മിക്കവാറും 5 ലക്ഷത്തിലേക്ക് അടുക്കുന്ന കളികൾ വരാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ 1.5 ലക്ഷം വരെ ആയല്ലോ, നാളെ ഇനിയിപ്പോൾ 5 ലക്ഷം വരെയുള്ള കളികൾ വരുമായിരിക്കാം. അപ്പൊ ഈ പൈസ തീർന്ന് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക, ഇവർക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുക. ഇത് എന്ത് നല്ല വർത്തമാനം വരുന്നുണ്ട്. പോട്ടെ, വിട്ടേക്കാം.
പിന്നീട് വെസല് അനുമോള് കഴുകില്ല എന്ന് പറഞ്ഞ ഇഷ്യൂ, ശരിക്കും അവിടെ അനുമോളുടെ ഭാഗത്ത് ചെറിയ ഒരു ന്യായമുണ്ട്. ഭയങ്കരമായി ന്യായീകരിക്കാം അല്ലെങ്കിൽ ചെറിയൊരു ന്യായം ഉണ്ട്. കാരണം അനുവിനെ കിച്ചൺ ടീമിൽ നിന്നും അനു തന്നെ സ്വയമേ ഇറങ്ങി പോകുമ്പോൾ നെവിനെ വെച്ച് അവിടെ റീപ്ലേസ് ചെയ്ത് അനുവിനെ പിടിച്ച് വെസലിലിടുന്നുണ്ട്. അപ്പോൾ അനു ഉച്ചയ്ക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. സോ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ മോർണിംഗ് നമുക്ക് ഡ്യൂട്ടി ഉണ്ട്, ഉച്ചയ്ക്ക് ഡ്യൂട്ടി ഉണ്ട്, രാത്രി ഡ്യൂട്ടി ഉണ്ട്. മോർണിംഗ് ഡ്യൂട്ടി കിച്ചൺ ഫുഡ് കുക്ക് ചെയ്തു, ഉച്ചത്തെ ഡ്യൂട്ടിയുടെ ഫുഡ് കുക്ക് ചെയ്തു. അപ്പം ജോലി ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിലും രാത്രി മുതൽക്കുള്ള സാധനങ്ങളാണ് ആര് ക്ലീൻ ചെയ്യാനുള്ളത്? അനു ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പം നിലവിലെ വെസല് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ചതിന്റെ വെസലെല്ലാം ക്ലീൻ ചെയ്യേണ്ടത് ആരാണ്? ഈ പറയുന്ന നെവിൻ തന്നെയാണ്. അപ്പൊ അവിടെ നൂറ പറയുന്നത് ഞാൻ ചേഞ്ച് ആക്കിയ നിമിഷം മുതൽ എന്തെല്ലാം പണികൾ അവരവർക്ക് ഉണ്ടോ അവരവരത് ചെയ്യണമെന്ന് പറയാണ്. അത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഇത്രയും നേരം അനുമോളെ കുറ്റം പറഞ്ഞെങ്കിലും ആ കേസിനകത്ത് ഞാൻ ആലോചിക്കുക അതെന്തിനാണ് എങ്കിൽ പിന്നെ ഉച്ചയ്ക്കപ്പം ആഹാരവും വെക്കണം, അത് കഴിവുകയും ചെയ്യണം. അപ്പൊ 2 പണിയായില്ലേ? പക്ഷേ ഇവിടെ എക്സ്ട്രാ ഒരു ചായ പാത്രത്തിന്റെ കേസ് വരുന്നുണ്ട്. ചായ ഇട്ട പാത്രം കഴുകില്ല, അത് അനുവിന് കഴുകി കൊടുക്കാമായിരുന്നു. അതിന് അവിടെ കന്ന് കുറെ ഗെയിം കളിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ കുറെ കണ്ടന്റ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. ഈ ഗെയിം എല്ലാം കഴിഞ്ഞിട്ട് അതിലെ പിറകെ നടക്കുന്നുണ്ട് അനുവിന്റെ കാല് വരെ തൊടുന്ന സാധനമുണ്ട് ലൈവില്. അനു അടുപ്പിക്കുന്നില്ല. അപ്പോഴാണ് അനുവിന്റെ ഒരു ഡയലോഗ് പറയുന്നത്, എന്റെ കൂടെ നടന്നേക്ക് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള കാര്യം. ഇത് ആദിലയ്ക്കും നൂറയ്ക്കും ഹേർട്ട് ആവുന്നുണ്ട്. ഇവർ ഈ സാധനം ചോദിക്കുന്നുമുണ്ട്. അവിടെ നിന്ന് കളി മാറുന്നു, വേറെ ലെവലിലോട്ട് പോവാണ്. അനു പിന്നെ നൂറ പറഞ്ഞാലും ഒന്നും കേൾക്കാതായി. അതുപോലെ തന്നെ നീ എൻ്റെ അടുത്ത് ഇപ്പം നീ എന്തിനാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന, PR വെച്ച് നിന്റെ ഇതെല്ലാം വെളിയിൽ പോകാൻ വേണ്ടിയിട്ടാണോ എന്നൊരു ഡയലോഗ് നൂറ ചോദിക്കുമ്പോഴാണ് ഈ അഹങ്കാരം, നീ ഫൈനൽ 5 വന്നതിൻ്റെ അഹങ്കാരം അല്ലേ നിൽക്കുന്നു. കളി അവിടെ നിന്ന് മാറുന്നു. വീണ്ടും അവിടെ നിന്ന് മാറി എന്തിനാണ് എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് നിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് കണ്ടിട്ടാണ്? നീ ഫെയിം കണ്ടിട്ടാണോ? നിന്റെ പൈസ കണ്ടിട്ടാണോ? PR കണ്ടിട്ടാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോഴാണ് അതിലൊരു ഡയലോഗ്, നീ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നതെന്ന് പറയട്ടെ എന്നുള്ള ധ്വനിയിലുള്ള സംസാരം. നിന്നെ വിട്ടുകൊടുക്കണ്ട എന്ന് വിചാരിച്ചാണ് ഞാനത് പറയാത്തതെന്നാണ് പറയുന്നത്. അപ്പൊ എന്തോ അതിനും മാത്രമുള്ള എങ്കോ ഉണ്ട്. അതാണ് വിഷയം. അങ്ങനെ അനുവിന് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയില്ല, അത് എന്ത് ന്യായമാണ്? അനു ഇവിടെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയാതെ പഞ്ചപുച്ച അടക്കിയിരിക്കാനല്ല. പണ്ട് നാദറ പറഞ്ഞിട്ടുണ്ട് ശോഭയുടെ സ്പോട്ട് വിഷനിൽ, ശോഭ കപ്പ് പൊക്കാൻ വേണ്ടി കാണാൻ വന്ന ആളല്ല നാദറയ്ക്ക് കപ്പ് പൊക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതേമാതിരി തന്നെ ഈ പറയുന്ന പോലെ അവിടെ ഗെയിം കളിക്കാനാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അനു തെറ്റ് ചെയ്യുമ്പോൾ അവിടെ പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടല്ല അവിടെ ആദിലും നൂറയും വന്നിരിക്കുന്നത്. അവർക്ക് കളിക്കണം, അവർക്കൊരു സ്പേസ് ഉണ്ട്. അവര് ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് ഒരു ഭാര്യയാണ് അവർ. അപ്പൊ അവര് തന്നെ 2ആയിട്ട് പിരിഞ്ഞപ്പോൾ അവരെ തന്നെ പ്രത്യേകിച്ച് കളിക്കണമെന്ന് പറയുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഒരു 2 പാർട്ട്നേഴ്സിനെ തമ്മിൽ തന്നെ പ്രത്യേകിച്ച് കളിക്കണമെന്ന് പറയുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളവർ. അപ്പൊ പിന്നെ നിങ്ങൾ കാണിക്കുന്ന ഈ പറയുന്ന തെറ്റ് ചൂണ്ടി കാണിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫെയർ. അത് മാത്രമല്ല അവിടെ എനിക്ക് അനു കുറെ വെയിറ്റ് ഇട്ട് നിൽക്കും പോലെ തോന്നിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ആവശ്യമില്ലാതെ അവിടെ എനിക്ക് ആദിലയുടെ നൂറുടെയും ഗെയിമായിട്ട് തോന്നിയില്ല. കാരണം ഫെയിം കണ്ടാണ് കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇവരുടെ ഫെയിം കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല, അനുവിന്റെ ഫെയിം കണ്ടിട്ട് ഇത്ര നാളും ആദിലയ്ക്കും നൂറയ്ക്കും ഒരു വോട്ട് പോലും വീണിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വീണിട്ടുണ്ട്, അല്ലാതെ തന്നെ അവർക്ക് വോട്ട് കിട്ടുന്നുണ്ട്. അല്ലാതെ തന്നെ ആദിലയ്ക്കും നൂറയ്ക്കും അത്യാവശ്യം വോട്ടുകളെല്ലാം കിട്ടി അവർ രക്ഷപ്പെട്ട് പോകുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അനീഷ് അനുവിന്റെ കൂടെ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു വിഷയം. എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവുന്നില്ല. ഇവിടെയാണ് അക്ബർ എന്ന് പറയുന്ന മാനിപ്പുലേറ്റിംഗ് മാനിന്റെ ഗെയിം. അത് അയാളുടെ ഗെയിമാണ്, ഞാൻ പറയുന്നു. അത് അയാളുടെ ബ്രില്യൻ മൂവാണ്. ഇതിനിടയിൽ കൂടെ ഇവളെ എന്തിനാണ് നമ്മളിങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവളെ ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് പരസ്പരം തെളിഞ്ഞതല്ലേ. പക്ഷെ അക്ബർ അവിടെ പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. മീൻസ് ആ ഫുഡിന്റെ കേസിലായാലും അന്ന് നമ്മൾ ചെയ്തപ്പോൾ തെറ്റാണെന്ന് കാണിച്ചെന്ന് ഇവളാണ് ഇനി തെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഇവളെ ഏക്കത്തില്ല, ഇവൾ ആ ലെവലിലാ പെരുമാറുന്നേ എന്നുള്ള രീതിയിലുള്ള വർത്താനമാണ് ആര് പറയുന്നേ? ഈ പറയുന്ന അക്ബർ പറയുന്നത്. കുറച്ചൊക്കെ കാര്യമുണ്ട്, കുറച്ചൊക്കെ മാനിപ്പുലേറ്റിംഗും ഉണ്ട് അക്ബറിന്റെ ഭാഗത്തുനിന്ന്. അനീഷ് എന്നാലും അനുവിന്റെ കൂടെ തന്നെയാണ്. ഷാനവാസ് കിട്ടിയ അവസരം മുതലാക്കി പണ്ടത്തെ മട്ടൻ കേസ് വെച്ച് ഇത് കമ്പയർ ചെയ്യുന്നുണ്ട് ഈ സാധനം. കുറെയൊക്കെ ഈ വീട്ടുകാർ പറയുന്ന അനുവിനെ പറ്റി പറയുന്നതൊക്കെ ഉള്ളത് തന്നെയാണ്. കുറെ അനു ഇന്ന് എക്സ്പോസ്ഡ് ആയി എന്നുള്ളത് സത്യം തന്നെയാണ്. അനുവിന്റെ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ആദിലയ്ക്കും നൂറയ്ക്കും മനസ്സിലായി. ദെൻ രാത്രിയിൽ മീറ്റിംഗ് നടക്കുന്ന അനുവിന്റെ പിണക്കം, പട്ടിണി കിടപ്പ്, ഇതെല്ലാം ഒടുക്കത്തെ സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ജയിക്കാനുള്ള ലെവലിലുള്ള എല്ലാ കോണ്ടന്റുകളും അനുവും അനീഷും, സത്യം പറയാലോ, കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അൻസിഫെ അനു ജയിക്കാൻ ഒരു ക്വാളിറ്റി ഇല്ല, കുറെ പേര് പറയും അനീഷ് ജയിക്കാൻ ഒരു ക്വാളിറ്റി ഇല്ല. പക്ഷേ എൻ്റെ കണ്ണിൽ, എൻ്റെ വളരെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഈ സീസണിൽ ജയിക്കാനായിട്ട് ഏറ്റവും അർഹതയുള്ള 2 വ്യക്തികൾ തന്നെയാണ് അനുമോളും അനീഷും. രണ്ടിൽ ആര് ജയിച്ചു കഴിഞ്ഞാലും പേഴ്സണലി ഐ വിൽ ബി ഹാപ്പി. ബിക്കോസ്
ഈ സീസണിനെ അറിയപ്പെടുന്ന പേര് തന്നെ അനുമോള് അനീഷ്. വേറെ എന്താ നമുക്കുള്ള? ഒന്നാമതേ നാറ്റക്കേസും തീട്ട കണ്ടന്റുമാണ്, അത് വേറൊരു കാര്യം. പക്ഷെ എന്നിരുന്നാൽ കൂടെയും ഇത് മുഴങ്ങി കേൾക്കുന്ന ശബ്ദം PR അത് ഉണ്ടോ ഇല്ലയോ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. നമ്മൾ ആ തിരക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവർ രണ്ടുപേരിലും ആര് ജയിച്ചു കഴിഞ്ഞാലും അത് ഡിസർവിങ് ആണ്. രണ്ടുപേരും ഈക്വലി ഡിസർവിങ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു ടോപ്പ് 5 പ്രഡിക്ഷനൊക്കെ ആയിട്ട് നമുക്ക് വരാം. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്തുള്ളത്. രാത്രി മീറ്റിംഗ് കൂടുന്നുണ്ട്. അവിടെയും അത്രമാത്രം ദേഷ്യം പൂണ്ട് ആദില ആയിക്കോട്ടെ നൂറ ആയിക്കോട്ടെ വ്യക്തി എന്നാണ് വിളിക്കുന്നത്, അത്രയ്ക്ക് അവർക്ക് ദേഷ്യമായ. കാരണം അവർക്കത് ഹേർട്ടായി. കൂടെ നിന്നവരെ ഒറ്റിച്ചാതിച്ച് ചവിട്ടി അറിയുമ്പോഴായി. ഇപ്പൊ ശൈത്യയുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ടെന്നല്ല ആദില പറയുന്നത്. അനുവിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് മക്കളെ. ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ PR തന്നെ ആവും. അനുവിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ PR തന്നെയാണ് അങ്ങനെയാണെങ്കിൽ. അപ്പം അതുകൊണ്ട് മിസ്റ്റേക്ക് ഉണ്ട്, ഉറപ്പായിട്ടും മിസ്റ്റേക്ക് ഉണ്ട്. അത് മിസ്റ്റേക്ക് എന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എക്സ്പോസ്ഡ് എന്നുള്ള സാധനമാണ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ പറഞ്ഞാലും എക്സ്പോസ്ഡ് ആയാലും കണ്ടന്റ് ഈസ് ഓൾവേസ് കണ്ടന്റ്. അനീഷും അനുമോളും തന്നെയാണ് അടുത്ത കണ്ടന്റ്, അത് വേറൊരു ഫാക്ട്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, ലൈവ് വിശേഷങ്ങളായിട്ടും പ്രൊമോട്ട് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.